ഒരു കാര്യം അറിയാമോ? ഈ വീട്ടിൽ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല, അറിയാമോ? അതെങ്ങനാ? ഒരു കിണർ കുത്തി വരാന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ അവൻ ഇവിടെ വന്നിട്ടില്ല. എനിക്ക് യാതൊരു പരിചയമില്ലാത്ത മരം കുത്തി ഇവിടെ വന്ന് 2 മരം കുത്തി ഇട്ടിട്ട് അവനെ ഇങ്ങോട്ട് കാണാനില്ല. എന്തോ ചെയ്യുമെന്ന് പറയുന്നു. ചേട്ടാ നീ ഏതാടാ? എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ചേട്ടാ സൂക്ഷിച്ചെന്ന് നോക്കി എന്നെ മനസ്സിലാവും. എടോ, തന്നെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായില്ലെന്ന്. എന്നാ ഒരു 10-25 പേരോട് വിളിച്ചോണ്ട് നോക്ക്. സൂക്ഷിച്ച് നോക്കിയിട്ട് മനസ്സിലായില്ലെന്ന് പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞത്. എടാ, നിന്നെ എനിക്ക് മനസ്സിലായില്ല. നീ ഏതാണ് ചേർക്കാൻ? നീ ഞാനോ? ഞാൻ ഭൂമിയിലടിയിലെ ജലത്തെ തിരിച്ചറിയാൻ കഴിവുള്ളവൻ. ഓ, മനസ്സിലായി. വാട്ടർ അതോറിറ്റിക്കാരൻ. ഞാൻ നിങ്ങൾക്ക് കിണർ കുത്ത ഒരാൾ വേണമെന്ന് പറഞ്ഞായിരുന്നോ? എടാ, കിണർ കുത്തിയാണോ നീ? പറയേണ്ടടാ വന്നപ്പോഴേ നീ. അതൊക്കെ പോട്ടെ ചേർക്കാൻ. നിന്റെ പേരെന്നാ പറഞ്ഞത്? വസന്തത്തിൽ പുഷ്പൻ. അതിനടാ ശിശിരം വന്നാ നീ ഇവിടെ പൊഴിഞ്ഞു വീഴൂ. അല്ല, ഞാൻ എന്റെ പേരാ പറഞ്ഞത്. നിനക്കപ്പൊ കിണർ കുത്താനൊക്കെ അറിയാവോ? അറിയാവോന്നോ? അരൂരെന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ കേട്ടിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു ദിവസം കിണർ കുത്താൻ പോയി. ഇങ്ങനെ കിണർ കുത്തി കുത്തി കുഴിച്ചു വന്നപ്പോ പാറ. പറയണ ഈ പാറയില്ലേ, കറുത്ത പാറ. അതാ പറഞ്ഞ ആ പാറ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയാൻ. അതെന്ത് അവിടെ ചെന്നപ്പോ ബ്ലോക്കായി, പിന്നെ കഥയില്ല, കഥ തീർന്നു. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കിണർ കുത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റിങ് ഇടണം. അതിനാ നീ എന്നെ കെട്ടാൻ പോവാണോ? കെട്ടാൻ പോവല്ലെന്ന്, കിണറിന് റിങ് ഇടണോന്ന്. കിണർ കിണർ കുത്തൊക്കെ അറിയാം നിനക്ക്? അറിയാവോന്നോ? പാരമ്പര്യമായിട്ട് ഞങ്ങൾ കിണർ കുത്തുകാരാ. ആണോ? അപ്പൊ അച്ഛനോ? അച്ഛന് ഭയങ്കര കുത്തലായിരുന്നു. അത് കാണും. അത് നമ്മുടെ കുടുംബത്തിന് അടുത്തുള്ളവരൊക്കെ ഏതെങ്കിലും പച്ച പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം അപ്പമാർക്കും കുത്തല് കാണും. ആ കുത്തലല്ലെന്ന്, കിണർ കുത്തായിരുന്നു. കിണർ കുത്തുപുള്ളി. അച്ഛൻ കിണർ കുത്തും, കിണർ കോരി ഇറക്കും. അതൊക്കെ ഭയങ്കര പാടല്ലേടാ? എന്ത് ഈ കിണറൊക്കെ ഇങ്ങനെ കോരി നിറയ്ക്കാന്ന് പറയാം. കോരി നിറയ്ക്കുന്നല്ല, കിണർ വൃത്തിയാക്കുന്നു. വൃത്തിയാക്കും. പിന്നെ അച്ഛന്റെ കിണർ വൃത്തിയാക്കാൻ കണ്ടിട്ട് അങ്ങ് ഗൾഫിൽ നിന്ന് എണ്ണക്കിണർ വൃത്തിയാക്കാൻ വേണ്ടി പുള്ളിയെ വിളിച്ചായിരുന്നു. ആണോ? എന്നിട്ട് പുള്ളി അവിടെ ചെന്ന് നോക്കിയപ്പോ കിണറിന്റെ അകത്ത് ഓക്സിജൻ ഉണ്ടോ നോക്കണല്ലോ. നോക്കണം. ഇവിടത്തെ പോലെ ഒരു പേപ്പർ കത്തിച്ച് വെള്ളത്തിലോട്ടിട്ടു. എന്നിട്ട് പുള്ളിയെ എന്ത് ചെയ്യുന്ന എനിക്കറിയത്തില്ല. ആ കത്തിച്ചിട്ട പേപ്പറിന്റെ ബാലൻസ് മാത്രം കിട്ടി. അച്ഛന് എന്തോ ആ സംഭവമാണോ നീ ഇവിടെ ചെയ്യാൻ പോകുന്നത്? അല്ലല്ല, ഞാൻ ഡീസന്റ് ആയിട്ട് ഞാൻ പണി ചെയ്യും. പിന്നെ ഞാൻ ഡീസന്റ് ആണ്. അങ്ങനെയാണ് നമുക്ക് പണി തുടങ്ങാം. പക്ഷെ പണി ചെയ്യാൻ പറ്റത്തില്ല. രാഹുലത്തിന് അവിടെ നോക്കണം. അത് നമ്മൾ ടെസ്റ്റ് കളിക്കാൻ പോകുന്നു. അതല്ല, മറ്റേ സമയമൊക്കെ വെച്ച് നമ്മൾ നോക്കുമല്ലോടാ. അത് രാഹുകാലം. അത് നോക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെള്ളം എവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ വെള്ളം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒരു തേങ്ങ കിട്ടൂ. അതിന് വെള്ളം ഉണ്ടോ നോക്കാം. നിന്റെ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? തേങ്ങയ്ക്കകത്ത് വെള്ളം ഉണ്ടോ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. അതല്ലെന്ന്, നമ്മളിങ്ങനെ തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പം എവിടെ തേങ്ങ വീഴുന്നോ അവിടെ വെള്ളമുണ്ട്. അങ്ങനെയാണെങ്കിൽ തെങ്ങിന്റെ ചുവട്ടിലായിരിക്കും ഇഷ്ടം പോലെ വെള്ളം. എന്താ ജോലി എന്ന് പറഞ്ഞേ? ഞാനോ പിരിഞ്ഞിരിക്കുകയാണ്. അതിനാ കയറാന്നോ? എങ്ങനെ കളിയാക്കരുത്. എടാ, 100 സ്റ്റേഷനിൽ 100 തെറ്റിപ്പോകുന്നുണ്ട് പ്രായത്തിന്റെ. 100 സ്റ്റേഷനിലെ 4 ചുവരുകളെ കിടുകിടാന്ന് വിറപ്പിക്കുന്ന ഒരു SI ആയിരുന്നു ഞാൻ. അന്നാ അത് SI അല്ല, AC. വിറപ്പിച്ച് തണുപ്പിക്കും. കളിയാക്കരുത്. എടാ, പോലീസുകാരുടെ ഇടയ്ക്ക് എനിക്ക് മറ്റൊരു പേരുണ്ട്. അത് സാറിന് മാത്രമല്ല, എല്ലാ പോലീസുകാർക്കും ഓരോരോ പേരുണ്ട് ഇല്ലേ? IG, ഇൻസ്പെക്ടർ, അങ്ങനെ കുറെ പേരില്ലേ? സാറ് ഇത് പേരാ. നീ അങ്ങനെ കളിയാക്കരുത്. എടാ, മട്ടാഞ്ചേരി മാർട്ടിനെ ഞാൻ അവനോട് ചെന്നിട്ട് സങ്കടത്തിലൂടെ കീഴ്പ്പെടുത്തിയവനാ. സങ്കടമല്ല, സംഘട്ടനം. അതായത് സത്യത്തിൽ പോയത്. അവിടെ ചെന്ന് ഞാൻ അവരോട് സങ്കടം പറഞ്ഞു. അവരെ കൊണ്ട് നിയമത്തിന്റെ മുന്നിൽ നിർത്തി. എന്നിട്ട് പക്ഷെ ഇവൻ മാറിക്കളഞ്ഞു. ആ കേസ് മൊത്തം ഇപ്പൊ എന്റെ തലയില. നിങ്ങളുടെ കേസ് കേട്ട് പറഞ്ഞോണ്ട് നിൽക്കാതെ നമുക്ക് പണി തുടങ്ങാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് നോക്കട്ടെ. അങ്ങനെ നമുക്ക് ഇവിടെ കിണർ കുത്താം. അനുവാദം ചോദിക്കണം. അത് ഭൂമിയോടല്ലേ? അത് ഞാൻ ചോദിച്ചോളാം. അയ്യോ, അതല്ല, എന്റെ ഭാര്യയോട്. ഈ വീടും ഈ പറമ്പും ഒക്കെ അവിടെയാ. ചേട്ടൻ ഞാനിവിടെ വാടകയ്ക്ക് താമസിക്കുന്നു. AP അച്ചി വീട്ടിൽ പൊറുതി. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ ഞാനിവിടെ വന്നപ്പോ തൊട്ട് ശ്രദ്ധിക്കുകയാണ്. ചേട്ടന്റെ ഭാര്യയെ ഞാൻ ഇതുവരെ പുറത്തോട്ടൊന്നും കണ്ടില്ല. അവൾ അങ്ങനെ പുറത്തോട്ടൊന്നും ഇറങ്ങാറില്ല. അവൾ ഇൻവേർട്ടർ ആണ്. അതിനാ കറണ്ട് പോകുമ്പോ കത്തോ? മറ്റേ ഈ പെരക്കകത്ത് ഒറ്റയ്ക്ക് ഇരിപ്പുണ്ടല്ലോ, അത് ഇൻട്രോവേർട്ട്. അതാണ് അവൾ. അങ്ങനാണല്ലേ? അങ്ങനെയാണെന്നെങ്കിലേ മേഡത്തെ ഒന്ന് വിളിക്കാമെങ്കിൽ നമുക്ക് പണി കഴിഞ്ഞിട്ട് അങ്ങ് പോരുന്നു. എന്റെ പൊന്നു മോനെ, എനിക്ക് അവളെ ഭയങ്കര പേടിയാണ്. നീ ഒരു കാര്യം, നീ ഒന്ന് വിളിച്ചു നോക്കും. മേഡം ഒന്ന് വിളിച്ചാൽ മതി, അവള് വരും. പിന്നെ മേഡം, മേഡം ഒന്ന് ഇങ്ങോട്ടൊന്ന് വരുവോ? എനിക്കറിയത്തില്ല. ഇവിടെ വന്ന് കിണർ കുത്തണോന്നോ കുളം കുടിക്കണോന്നൊക്കെ പറയുന്നത് കേട്ട്. ആണോ? ഈ പെണ്ണുമ്പുള്ള എന്തുകൊണ്ടാ പറയുന്നേ? പെണ്ണുമ്പുള്ള വിളിച്ചോന്ന്? ഇല്ല, എന്നെ പെണ്ണുമ്പുള്ള വിളിച്ചില്ല, ഇതുവരെ വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ടില്ല അവന്റെ പെണ്ണുമ്പുള്ളേ. എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്ന് പറയരുത്. എനിക്ക് സ്റ്റാൻഡേർഡ് കൊണ്ട് ഡിവിഷനും കൊണ്ട് 7C വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കിണർ കുഴിക്കാൻ ലൈസൻസ് ഉണ്ടോ? കിണർ കുഴിക്കാൻ തോന്നുന്നു ലൈസൻസ് വേണം. ലൈസൻസ് ഒക്കെ വേണം. ഇല്ലെങ്കിൽ എന്റെ പപ്പ പെറ്റ്
പെറ്റി അടിക്കും. ഞാൻ പറ്റിയടിക്കും. ആ യു നോ എന്റെ പപ്പ പോലീസ് അല്ലേ. പപ്പയും പോലീസിലാണോ? പപ്പയല്ല പപ്പു. മേഡം ഞാൻ നിങ്ങളെ വിളിച്ചതേ ആ ഞാൻ എന്താണ്ട് ഇവിടാണ് കിണർ കുത്തുന്ന സ്ഥലം കണ്ടുപിടിച്ചേക്കുന്നത്. സി മിസ്റ്റർ കിണർ കുത്തി ഹൗ മെനി ഡേയ്സ് ടു ഡ്രിൽ എ വെൽ? ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. ഇന്റർവെൽ എന്നല്ലേ പറഞ്ഞേ? എടാ ഇന്റർവെൽ എന്നല്ല, നീ എവിടെ കിണർ കുത്തുന്നതാടാ? എത്ര സമയം എടുക്കും? അങ്ങനെയാണോ? നിങ്ങള് സഹകരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് തീർക്കാം. ഓക്കേ. പടേന്ന് കുത്തും. ആണോ? പടപടപടേ കുത്തും. അങ്ങനാണെങ്കിൽ യു പ്രൊസീഡ്. എന്നാ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓർഡർ ഓർഡർ ഓർഡർ. അപ്പു യു പ്രൊസീഡ്. എടാ കുട്ടൻ. ഓ അങ്ങനെ. അപ്പൊ ഞാനേ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടാണ് സ്ഥാനം കണ്ടേക്കുന്നത്. ഓ നോ, അവിടെ എന്റെ പപ്പയുണ്ട്. എന്നാ ശരി, നമുക്ക് അങ്ങോട്ട് കുത്താം. അവിടെ പപ്പയുണ്ട്. മനസ്സിലായില്ല? അവിടെ ഉണ്ട് പപ്പയുണ്ട്. അവിടെ പപ്പയുണ്ട്. ഇവർക്കെന്താ രണ്ട് തന്തയുണ്ടോ? അതല്ലെന്ന്. അവിടെ പപ്പയെ അടക്കേക്കുന്നു, മറ്റേ എടുത്ത് അവൾ പപ്പായ നട്ടേക്കുന്നു. അങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ സാർ ഒരു സ്ഥലം പറ. പത്തനംതിട്ട. അങ്ങനെയാണെങ്കിൽ കോന്നി. സ്ഥലം പറഞ്ഞു കളിക്കാനല്ല, ഇവിടെ കുത്താൻ ഒരു സ്ഥലം പറയാം. അങ്ങനാണെങ്കിൽ You can. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കുത്താം. ഇവിടെ കുത്തോ? Wow, എന്റെ പപ്പ എന്ത് പറഞ്ഞാലും കറക്റ്റാ. ആണോ? പക്ഷെ പറയാൻ സമ്മതിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും ഒരു സമ്മതത്തിൽ വിഘ്നങ്ങളൊക്കെ കാണും. നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വിഘ്നങ്ങളൊക്കെ പോകും. അതുകൊണ്ട് ഞാൻ ഇവിടെ കിണർ കുത്താൻ പോവാണ്. നല്ലോണം പ്രാർത്ഥിച്ചോണം. നല്ലോണം പ്രാർത്ഥിച്ചു. മനസ്സിരുത്തി പ്രാർത്ഥിച്ചോണേ. സി മിസ്റ്റർ കിണർകുത്തി, എന്ത് എന്റെ മണ്ണിന് നോവാതെ കുത്തണട്ടോ. ചെയ്യാട്ടോ. അപ്പൊ ഞാൻ കുത്താൻ പോവാണ്. ഓക്കെ ആണേ? ചെറിയൊരു വിഘ്നം ഞാൻ കാണുന്നുണ്ട്. എന്താ കുത്തുന്നില്ലേ? കുത്താം കുത്താം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിരുത്തി നല്ലോണം ഒന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ 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 ആണല്ലോ? ഓക്കെ ആണേ? ചെറുതല്ല, വലിയ വിഘ്നങ്ങൾ ഞാൻ കാണുന്നു. ഉണ്ടോ? ഇത് നമ്മളിപ്പോ എന്ത് ചെയ്യും? അതുകൊണ്ട് വീട് പണി പോലെ തന്നെ അത്യാവശ്യമുള്ളൊരു പണിയാണ് കിണർ പണി. ആണോ? അതുകൊണ്ട് ഗ്രഹനാഥൻ അങ്ങ് പണിയാം. ഞാൻ കുത്തണമെന്ന്. ഞാൻ ഞാനാണെന്ന്. അതായത് നമ്മൾ മനസ്സിരുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും വരത്തില്ല. അങ്ങനെയാണ്. ചേട്ടായി എന്തോ ഇത്രയും മതിയോ? അപ്പൊ ഇവിടെ പ്രശ്നമില്ല. ഇവിടെ പ്രശ്നമില്ലേ? ഇല്ലേ? അങ്ങനെയാണെങ്കിൽ മേടം ഒന്ന് കുത്താവോ? എന്താ പപ്പുയാൾ പറയുന്നേ? ഈ കിണർ നീ ഒന്ന് ഇനാഗ്രേഷൻ ചെയ്യണമെന്ന്. കിണർകുത്തി, എനിക്ക് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് ആണ്. അത് വന്നപ്പോ തൊട്ട് ഞാൻ പറയണമെന്ന് വിചാരിച്ചാ. ഈ തള്ളക്ക് 2 വീക്ക് കൊടുക്കാൻ. എന്താ ഒരു കുശുകുശുപ്പ്? അയ്യോ, നീ ഇനാഗ്രേഷൻ ചെയ്യാൻ പറഞ്ഞത്. അവളും ഞാനാണ്. 2 കായം. അവളും ഞാനാ. എന്നെ കുത്തട്ടെ? കുത്തട്ടെ. അപ്പൊ വന്നപ്പോ തൊട്ട് എന്റെ ഉള്ളുരുകിക്കൊണ്ടിരുന്ന ആ ഔച്ച് സൗണ്ട് ഇവിടെ നിന്നാണ്. ഒന്നുകൂടെ കുത്തോ? പപ്പു ഇത് കണ്ട പപ്പു, അയാൾ എന്നെ ടോർച്ചർ ചെയ്യുന്ന പപ്പു, എന്നെ ഇറിറ്റേറ്റ് ചെയ്യും പപ്പു, എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന പപ്പു. പപ്പു ഇത് കണ്ടോ? എക്സ്ക്യൂസ് മീ മാഡം. മിസ്റ്റർ കിണർകുത്തി, എന്താണ്? നീ ആരാ? നീ എന്താ ഇവിടെ കിടന്ന് കുറെ നേരം ഇവിടെ കിടന്ന് പൊളക്കണത്? ഞാൻ ആരും നിനക്ക് അറിയാൻ പോടാ നിനക്ക്? നീ ആ കളിക്കാൻ ജംഗ്ഷനിൽ വന്ന് തിരക്കണ പറഞ്ഞോടാ അങ്ങോട്ട്. നീ ആ കളിക്കാൻ ജംഗ്ഷനിൽ വന്ന് തിരക്കണ തങ്കമണി ആരാണെന്ന് ചോദിച്ചാ മതി. ഞാൻ മര്യാദയ്ക്ക് ഒരു കാര്യം പറയാം. ഇന്ന് ഇവിടെ നീ കിണർ കുത്താൻ വന്നെങ്കിൽ ഇവിടെ കുത്തി വെള്ളം കാണിച്ചിട്ടല്ലാതെ നീ പോവരുത്. ഞാനൊരു കിണർ പണിക്കാരനാണെങ്കിൽ ഞാനിവിടെ കിണർ കുത്തി ഇവിടുന്ന് വെള്ളം കണ്ടിട്ടേ പോത്തുള്ളൂ. ആണോ ചേട്ടാ? ദേ ചേച്ചി. പിന്നെ
എന്റെ ദൈവമേ ഇതിന്റെ പോക്ക് പോയത്. അതായത് വെട്ടുന്ന മുറി രണ്ടെന്നാണ് ഞങ്ങൾ കോട്ടയംകാർ പണ്ടേ പഠിച്ചിട്ടുള്ളത്. ഇപ്പോ ആണോ അളിയാ? അതെ 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 അതെ. നിങ്ങളുടെ ഈ ട്രൂപ്പിന്റെ മുതലാളി ആരാണ്? മുതലാളിയല്ല, ഞങ്ങള് 14 പേരും കൂടി ഒരു ടീമാണ്. ഓ ഇതിനൊരു ഓണറായിട്ടില്ല. അല്ല, ഇതിന്റെ ഒരു സംഭവം 14 പേര് മുതലാളിയാണെന്ന് പണ്ട് നമ്മൾ പരിപാടിക്ക് പോകുമ്പോഴേച്ച് പണ്ട് പരിപാടി വിജയിക്കുമ്പം കമ്മിറ്റിക്കാർ വരും. മാനേജർ ആരാണ്? ഞാനാണ് സാർ. പേയ്മെന്റ് പരിപാടി പൊളിഞ്ഞു കഴിഞ്ഞാലേ കമ്മിറ്റിക്കാരിലെ മാനേജർ ആരാണ്? അങ്ങനെയൊന്നുമില്ല, എല്ലാരും മാനേജർ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വന്നത് ഇവര് 3 പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നോണ്ടായിരിക്കാം ഒരു പക്ഷെ ഇന്ന് ഇവിടെ ഒരു കിടിലം പെർഫോമൻസ് നമുക്ക് കാണാൻ സാധിച്ചത്. ഷൈന് ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഇന്ന്. അതെ, സത്യം. ഇന്ന് ഇവൻ ഒരിടത്ത് പോലും തെറ്റുന്നില്ല. ഷൈനെ അല്ല, അതെന്താണെന്നറിയാമോ? ഒരു ലേഡീസ് കൂടെ ഉണ്ട്. സൂപ്പർ സ്റ്റാർ. സത്യത്തിൽ ഇന്ന് ഐശ്വര്യയുടെ ഫ്രണ്ടിലാണ് ഷൈൻ ചെയ്തത്. സമ്മതിക്കുന്നുണ്ട്. ഐശ്വര്യ, കിടു, ശരത് ആൻഡ് ഷൈൻ, ഇവര് നിങ്ങളുടെ ടീമിന്റെ ഒരു ഐശ്വര്യം തന്നെയാണ്. അതെ, കറക്റ്റ് ഐശ്വര്യം വന്നു. ഐശ്വര്യം വന്നോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതെ, ഐശ്വര്യമായിട്ട് പെർഫോം ചെയ്ത ഇന്നത്തെ ഈ ഒരു പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും നോക്കണോ? നമ്മൾ ആദ്യം നോക്കിയിട്ട് ഐശ്വര്യനെ അല്ലല്ല, നമുക്ക് എല്ലാവർക്കും നോക്കാം അല്ലെ? ശരി. സൂപ്പർ സൂപ്പർ. കൺഗ്രാറ്റുലേഷൻ ഐഷു. ഒരു കാര്യം പറയട്ടെ, പറഞ്ഞോളൂ. നിതീഷ് ഏട്ടനാണ് വിളിക്കണം. നിതീഷ് ഏട്ടനെ? യെസ്, നിതീഷ് ഏട്ടാ. നിതീഷ് ഏട്ടാ. ഈ വിജയത്തിന്റെ പിന്നിലെ നിതീഷ് ഏട്ടാ എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? അല്ല, അവര് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട് ഈ സ്കിറ്റിന് വേണ്ടിയിട്ട്. ആദ്യം കൊണ്ടുവന്ന സ്കിറ്റ് കളിച്ചണിച്ചപ്പോ സാർ പറഞ്ഞത് വർക്ക് ആവൂല, ഫ്ലോറിൽ പോവില്ല. അന്ന് ആ ടൈമിൽ തന്നെ അവർ പോയിരുന്ന റിസ്ക് എടുത്തിട്ട് വേറൊരു കണ്ടന്റ് പിടിച്ച് വർക്ക് ചെയ്തതാണ്. അടിപൊളി, വെരി ഗുഡ്, സൂപ്പർ. ആ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾ ഇത്രയും ഗംഭീരമാക്കിയത് സൂപ്പർ ആയിരുന്നു. അടിപൊളിയായിരുന്നു. പക്ഷെ അങ്ങനെ തോന്നില്ല കേട്ടോ. നല്ല റിഹേഴ്സൽ തോന്നുന്നുണ്ട്, നല്ല റിഹേഴ്സൽ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനായിരുന്നു. ഇവര് ഇതിനു മുമ്പേ നമ്മളുടെ ആ ഇവന്റിന് കേറാൻ വേണ്ടി പരമാവധി ട്രൈ പരമാവധി നിങ്ങളുടെ ഓരോ പെർഫോമൻസ് അപ്പ് ഡൗൺ ഇങ്ങനെ പോയിക്കൊണ്ട്. പക്ഷെ ഇന്ന് ആ നിങ്ങളുടെ ഹാർഡ് വർക്ക്, നിങ്ങളുടെ പെർഫോമൻസ്, നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി എന്താണെങ്കിലും ഐശ്വര്യത്തിന്റെ ഐശ്വര്യം ഏത് രീതിയിലാണെങ്കിലും സൂപ്പറായിട്ട് അത് കേറിയിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻ ടു ദ ഹോൾ ടീം. സൂപ്പർ. ഷൈൻ സൂപ്പറായിരുന്നു. ഷൈൻ. ഐശ്വര്യ എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സാണ്. സ്കിറ്റ് നേരത്തെ നന്നായിട്ട് പഠിച്ചില്ല, നിനക്ക് 2 ഇൻജക്ഷൻ കിട്ടും. എവിടെ വർക്ക് ചെയ്തത്? ഞാൻ ഗോകുൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. എവിടെ? വെഞ്ഞാറോട്ടിലാ? വൈകുന്നേരം 1 മാസം ആയതേ ഉള്ളൂ. അപ്പോ ഇവിടോട്ട് വരാൻ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. വീട്ടിലെ എല്ലാവർക്കും ആരോടൊന്നും പറഞ്ഞില്ല, പറയാതെയാ വന്നത്. ആരും പോണ്ടെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ചേട്ടൻ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം ഉണ്ടാവും. ഐശ്വര്യ, എനിക്കിതാണ് ഇഷ്ടം. നമ്മുടെ ജീവിതത്തിലെ നമുക്ക് തൊഴിൽ ഒന്നാണെങ്കിലും നമ്മുടെ പാഷൻ എന്ന് പറഞ്ഞ സാധനം നമ്മുടെ കയ്യില് എല്ലാവർക്കും പാഷൻ യഥാർത്ഥമാവണമെന്ന് നിർബന്ധമില്ല. അത് ഐശ്വര്യന്റെ ജീവിതത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അതും കിട്ടി. അതൊരു നല്ല അനുഗ്രഹമാണ് മോളെ. ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ ജീവിതത്തിൽ എന്താണ് നമ്മളുടെ യുനോ. സോ വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ഐശ്വര്യ. ജോലിയും ചെയ്യാ, അതോടൊപ്പം തന്നെ ഇഷ്ടമുള്ള കാര്യം മുന്നോട്ടേക്ക് ചെയ്യാ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം, ലീവ് കിട്ടുമ്പോ ഇങ്ങോട്ടേക്ക് വരാം. ഗോകുലം മെഡിക്കൽ കോളേജിൽ നിന്ന് ഷൂട്ടിന് വരാനോ എന്തെങ്കിലും ബുദ്ധിമുട്ട് പറയണേ അണ്ണൻ സംസാരിക്കും. ഇല്ല, അവിടുന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവര് പറഞ്ഞു പൊക്കോളം പറഞ്ഞു, എന്നോട് പൊക്കോളം പറഞ്ഞു. ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മുടെ ഇൻചാർജ് മാഡം, CNO അവർക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും നമ്മുടെ വക ഒരു വലിയ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി 50,000 രൂപ വരട്ടെ. സൂപ്പർ. ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ് 50,000 റുപ്പീസ്. കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും തിരിച്ചു വരാം ഗംഭീരമായിട്ട്. ഓക്കെ.